നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ പഠന ക്യാമ്പയിൻ്റെ ഭാഗമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. നവകേരളം കർമ്മ പദ്ധതി ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ജൈവവൈവിധ്യ പഠന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ക്വിസ് മത്സരം നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു. നമ്മൾ പണ്ടതാണ് പറയുന്നത് ഈ നിലവെല്ലാം കരയാക്കരുതെന്ന് പറഞ്ഞേ നമ്മൾ ഒത്തിരി സമരങ്ങളെല്ലാം നടത്തിയില്ലേ. എന്തിനായിരുന്നു? നമ്മുടെ നിലവിലുള്ള ജൈവ സാഹചര്യങ്ങളെല്ലാം മാറി അല്ലേ? ഇപ്പൊ കാലിൽ പോയാൽ ഹൗസിലെ വീടിന്റെ ഫ്രണ്ടിലെല്ലാം മണ്ണിട്ട് നിർത്തിയും അല്ലേ ഇല്ലേ? അപ്പൊ അവിടുത്തെ കാലാവസ്ഥ മൊത്തം മാറി, അവിടുത്തെ വെള്ളം ഒഴുക്ക് നിന്നു ഇല്ലേ? അപ്പൊ അതെല്ലാം നമ്മുടെ പൊതുവായി വരുന്ന ഒരു പഞ്ചായത്ത് തലത്തിൽ വിജയികളാകുന്ന വിദ്യാർത്ഥികളെ ബ്ലോക്ക് തലത്തിലും, ബ്ലോക്ക് തലത്തിൽ വിജയികളാകുന്ന വിദ്യാർത്ഥികളെ ജില്ലാതലത്തിലും, അവിടെ നിന്ന് സംസ്ഥാന തലത്തിലുമാണ് മത്സരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് രാജീവി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ, വാർഡംഗം നസീർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഹരിത കേരള മിഷൻ RP സ്മിത ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. IRTC കോർഡിനേറ്റർ രേവതി നന്ദി പറഞ്ഞു. ഇന്ന് വളരെ മികച്ചൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. ജൈവവൈവിധ്യ ദിനം വരികയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ജൈവവൈവിധ്യമായിട്ട് ബന്ധപ്പെട്ട് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. വളരെ തിരക്കപ്പെട്ടായാലും ഇന്ന് രാവിലെ തന്നെ എല്ലാ കുട്ടികളെ സംഘടിപ്പിച്ച് വളരെ മികച്ച രീതിയിൽ ഈ പ്രോഗ്രാം ഒരു വൻവിജയമാക്കി തീർത്തത് ഇവിടുത്തെ സംഘാടകരാണ്. എല്ലാ കുട്ടികൾക്കെല്ലാം വേണ്ട ആവശ്യവും അതുപോലെ തന്നെ പേനയും പേപ്പറും എല്ലാം തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. വീട്ടിൽ നിന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കി. വളരെ നല്ല ചോദ്യങ്ങളായിരുന്നു. അറിയാത്ത ചോദ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തു. അതുതന്നെയാണ് ഈ പ്രോഗ്രാം വൻ വിജയമായി തീർന്നത്. അതുപോലെ തന്നെ പങ്കെടുത്ത കുട്ടികൾക്കും പ്രോത്സാഹനമായിട്ട് അവർക്ക് അടുത്ത മത്സരങ്ങളിൽ വിജയിക്കുവാൻ വേണ്ടി അവർക്കൊരു പ്രോത്സാഹനമായി സമ്മാനം നൽകുകയും ചെയ്തു. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.